നമസ്തേ, ഏവർക്കും സന്തോഷ് പ്രണവ് വേദയിലേക്ക് സ്വാഗതം. നമ്മളീ നിൽക്കുന്നത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. മുഗളന്മാരുടെ പടയോട്ടക്കാലത്ത് ബ്രഹ്മമംഗലത്ത് തച്ചു തകർന്നു പോയ 3 ക്ഷേത്രങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ക്രോധകുളങ്ങര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ബ്രഹ്മമംഗലം. നടക്കുന്നതായിട്ട് നമ്മുടെ ഈ പരിസരത്തുള്ളവർക്ക് അറിയാവുള്ളൂ, ഇത് പുറത്തേക്ക് അറിയുന്നില്ല. അതിൻ്റേതായ കുറവുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തിൽ നിന്നുള്ളവരിൽ നിന്ന് 30-35 ലക്ഷം രൂപ സമാഹരിച്ച് ഇത്രയും വരെയൊക്കെ ആക്കി. ഇപ്പം ഏപ്രിൽ 2-ാം തീയതി പ്രതിഷ്ഠ നടക്കും. അതും ഭഗവാൻ അനുഗ്രഹിച്ച് നടക്കും. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വലുത് നീ വലുതെന്നുള്ളൊരു ഭാവമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ശുദ്ധിയിലാണ്. നല്ല രീതിയിൽ ഇത് വരട്ടെ, ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശരിക്കും പുറത്തുനിന്നുള്ള ഓഫറുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടില്ല, അറിയില്ല. പുറത്തേക്ക് അത്രയ്ക്ക് അറിയില്ല. നമ്മുടെ ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ ഉയരുന്നത് ഒരു വർഷം പോലും ആയില്ലല്ലോ. ഇത്രയായിട്ട് 30-35 ലക്ഷം രൂപ കഴിഞ്ഞു. എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യണം. നമ്മുടെ പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് സ്വാഗതം ചെയ്യുന്നു. ഇനി വന്ന് ജാതിമത ചിന്തകളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഇല്ലാതെ തന്നെ വികസനം നടക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇവിടെ പലരും മതസ്ഥരാണെങ്കിൽ പോലും ഇവിടെ സാമ്പത്തിക സഹായം ചുറ്റുവട്ടത്തുള്ളവർ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു കല്ല് പോലും പുറത്തെടുത്തുകൊണ്ട് പോയിട്ട് അത് തള്ളുവണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. വീട്ടിൽ സ്വൈരക്കേടാണ്. സത്യം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഈ അടുത്ത സമയത്ത് പണ്ടാരത്തിൽ 9 ഗ്രാം സ്വർണ്ണം കിട്ടി. ഭഗവാന്റെ ഒരു കഴിവ് ഭയങ്കര ശക്തി തന്നെയാണ്. അപ്പോൾ എല്ലാം നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മോഹൻ എന്നാണ്. ക്രോധകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. ഈ ക്ഷേത്രം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് കൊന്നപ്പള്ളി മന്ന കുടുംബത്തോടാണ്. ഈ സ്ഥലവും നമുക്ക് വിട്ടു തന്നതും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നെ ആ കുടുംബാംഗങ്ങളാണ്. അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രഹ്മമംഗലം കൈലാസ സാറാണ് പ്രസിദ്ധ ശില്പി. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ശില്പിയാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ ക്ഷേത്ര നിർമ്മാണം ചെയ്തു തന്നത്. അദ്ദേഹത്തിൻ്റെ ജീവനക്കാരുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥപതി ആലുവ വേളപ്പറമ്പിൽ ചിത്രഭാനു തിരുമേനിയാണ്. അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ തന്ത്രി മനയത്തട്ടില്ലത്ത് ആര്യൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം നമുക്ക് എല്ലാവിധ സഹായവും ചെയ്തു തരുന്നു. നമ്മുടെ ക്ഷേത്രം മേൽശാന്തി എന്ന് പറയുന്നത് കൊന്നപ്പള്ളിമന ദിൽകുമാർ തിരുമേനിയാണ്. അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും ട്രസ്റ്റ് അംഗങ്ങളുടെയും നിശ്ചയമായ സഹകരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പ്രത്യേകം നന്ദി പറയുകയാണ്. തുടർന്നും എല്ലാവരുടെയും നിശ്ചയമായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനു മുൻപൊരു വീഡിയോയിൽ നമ്മൾ ക്രോധകുളങ്ങരയുടെ ക്ഷേത്രത്തിൻ്റെ തിരുശേഷിപ്പുകളെല്ലാം ചിതറിക്കിടക്കുന്ന ക്ഷേത്രഭൂമി, പഴയ ക്ഷേത്രഭൂമിയും ഇതിൻ്റെ ജീർണോദ്ധാരണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രോധകുളത്തപ്പൻ്റെ പുതിയ ക്ഷേത്രം ഇതാണ്. മനോഹരമായിട്ടുള്ള ക്രോധകുളങ്ങര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. എത്ര മനോഹരമാണ് ഈ ദേശം. എൻ്റെ ഇല്ലം കുന്നപ്പള്ളിയാണ്, കുന്നപ്പള്ളിമനയാണ്, ബ്രഹ്മമംഗലത്താണ്. എൻ്റെ പേര് ദിനിൽ എന്നാണ്, ദിനിൽ കുമാർ എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രോധകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ പണി ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി എന്നുവെച്ചാൽ തെരപ്പള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ശ്രീകോളിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകൾ, ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പണി പൂർത്തീകരിച്ച് നമുക്കൊരു സമർപ്പണവും പ്രതിഷ്ഠയും എല്ലാം കൂടി നടത്താം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തിനാണ് പുതിയൊരു ക്ഷേത്രം ഉയരുന്നത് എന്ന് ചോദിക്കാം പലരും. പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്. നമ്മുടെ ഈ പൃഥ്വി, ഈ ഭൂമി പഞ്ചമുഖിയാണ്, പഞ്ചമുഖനാണ്, അർദ്ധനാരീശ്വരനാണ്. ആ പഞ്ചഭൂതാത്മകമായ ഭൂമിയിൽ നിന്നും ത്രിശക്തി ജനിക്കുന്നു. ആ പഞ്ചഭൂതാത്മകമായ ഭൂമിയിൽ നിന്ന് ത്രികണത്താൽ ത്രിലോകത്തിലും ജൈവപ്രപഞ്ചം,
ആ വൈഷ്ണവ വൈഭവമായിരിക്കുന്ന ജീവനെ ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ക്ഷാമപ്പെടുത്താതെ ക്ഷേമപ്പെടുത്തുന്ന ക്ഷേത്രയന്ത്രമാണ് ഇവിടെ ഉയരുന്നത്. ഇത് ലോകത്തെ അതിശയിപ്പിക്കുന്ന ശാസ്ത്രനിലയമാണ്. പ്രപഞ്ചത്തിൻ്റെ ഹിംസാഭാവത്തെ നീക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ സിംഹാസനമാണിത്. ഇത് ഭക്തരുടെ കണ്ണീരകറ്റുന്ന ക്രോധകുളത്തപ്പൻ്റെ തെളിനീരാണ്. പുണ്യതീർത്ഥമാണിത്. അതെ, മേഘങ്ങൾ വെൺകുടകൾ വിടർത്തി. ഇനി ബ്രഹ്മമണ്ഡലത്തിന് വൈഷ്ണവ ശക്തിയുടെ മഹാവൈഭവമായിരിക്കുന്ന നരസിംഹസ്വാമിയുടെ ആ ക്ഷേത്ര ചൈതന്യത്തിൽ പുതിയ യുഗത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ക്രോധകുളത്തിലെ വിശേഷങ്ങളുമായി.